മാരാമൺ കൺവെൻഷൻ നഗറിലും പരിസരത്തും ഭക്ഷ്യസുരക്ഷാ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുടെ കച്ചവടം അനുവദിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ്. കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഏകോപനത്തോടെ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാൻ അനുവദിക്കില്ല. ഇതിനായി പ്രത്യേക സ്ക്വാഡിനെ സജ്ജമാക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ സമീപ പഞ്ചായത്തുകളിൽ വെക്ടർ നിരീക്ഷണം നടത്തി കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പാക്കും. കൺവെൻഷനുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതിയും അവലോകനം ചെയ്തു. എല്ലാ വകുപ്പുകളും ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇനി അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്കാണ് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്. 9-ാം തീയതി. നമുക്കിനി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി വെച്ചുകൊണ്ട് അതിൻ്റെയും അവലോകനമാണ് നടക്കുന്നത്. ഈ തവണത്തെ മാരാമൺ കൺവെൻഷൻ ഏറ്റവും നല്ല നിലയിൽ, മികച്ച നിലയിൽ എല്ലാവരുടെയും ഏകോപനത്തോടു കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ, അടൂർ RDO B രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ R രാജലക്ഷ്മി, തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R കൃഷ്ണകുമാർ, കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ്, പഞ്ചായത്ത് അംഗം ബിജലി P ഈശോ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ T രോജി, മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫ്, മാർത്തോമ ഇവാഞ്ചലിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫാദർ ABK ജോഷുവ, പ്രൊഫസർ എബ്രഹാം B മാത്യു, ജിജി വർഗീസ്, ഡോക്ടർ എബി തോമസ് വാരിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.